വൽ അർള ബഅദ ദാലിക ദഹാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഭൂമിയെ അല്ലാഹു വികസിപ്പിച്ചിരിക്കുന്നു. അഖ്റജ മിൻഹാ മാഅഹാ വ മർആഹാ വൽ അർള ബഅദ ദാലിക ദഹാഹാ. ഭൂമിയിൽ നിന്ന് അല്ലാഹു സസ്യജാലങ്ങളും വെള്ളവുമൊക്കെ പുറപ്പെടുവിച്ചു. ഇവിടെ നിന്നാണ് മുള പൊട്ടുന്നത്. ഇവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനോപാധികൾ നമുക്ക് നൽകുന്നത്, ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായതെല്ലാം നൽകുന്നത്. മനുഷ്യനെന്നാൽ അള്ളാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിവർഗത്തിൽപ്പെട്ടവരാൻ. ഈ ജീവിവർഗം നന്നായാൽ ഭൂമി മുഴുവനും നന്നായി. വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഖാലൂ ജാഇലുൻ ഫിൽ വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഇങ്ങനെയാണ്, അല്ലാഹു മനുഷ്യരാശിയെ സൃഷ്ടിക്കാൻ നേരത്തും മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, മലക്കുകളെ ഭൂമിയിലേക്ക് ഞാൻ ഖലീഫ അയക്കാൻ പോവാൻ. മലക്കുകൾ തിരിച്ചു ചോദിച്ചു, അല്ലാഹുവേ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കാനാണോ റബ്ബേ നീ ഉദ്ദേശിക്കുന്നത്? അതിനു മുമ്പ് വന്ന സൃഷ്ടിവർഗങ്ങൾ, ജിന്നുകളടക്കമുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അറിയില്ലേ? അതുകൊണ്ട് അതുപോലെയുള്ള ആളുകളാണോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുകയാണ്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, കണ്ടറിയണം എന്താണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന്. മലക്കുകൾ ചോദിച്ച ചോദ്യങ്ങളെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അത്യുത്കൃഷ്ടമായ ജീവിവർഗമായി മനുഷ്യ സമൂഹം മാറിയിട്ടുമുണ്ട്. ഈ ജനുവരി 1 പുതുവർഷം വന്നതിന് ശേഷം കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു എന്ന ചോദ്യം ഇന്നും മീഡിയകൾ മുഴുവനും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുന്ന മകൻ, സഹോദരനെ കൊലപ്പെടുത്തുന്നവർ, അയൽവാസിയെ കൊലപ്പെടുത്തുന്നവർ, ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ എമ്പാടുമുണ്ട്. മീഡിയകൾ മുഴുവനും പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിവസവും ഇട്ടുകൊടുക്കുകയാണ്. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന അതേ മീഡിയ തന്നെ കാമുകിയെ കൊല്ലുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് ഓരിയിട്ട് സംസാരിക്കുമ്പോ മീഡിയകളോട് ചോദിക്കാനുള്ളത്, പൊതുസമൂഹത്തിനോട് ചോദിക്കാനുള്ളത്, പൊതുമണ്ഡലത്തിനോട് ചോദിക്കാനുള്ളത്, ആരാണ് പരിഹാരം കാണിക്കുന്നത്? ഒരു വിദ്യാർത്ഥി സ്കൂളിൽ അധ്യാപകന്റെ മുന്നിൽ കാലിന്റെ മേൽ കാല് കയറ്റിയിരുന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ ടീച്ചർ എന്നെ ഒന്ന് അടിക്കൂ, ഞാൻ കാണിച്ചു തരാം എന്ന് ചലഞ്ച് ചെയ്യുന്ന, വെല്ലുവിളിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെയുണ്ട്. മീഡിയകൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആരാണ് ഇവിടുത്തെ വിദ്യാർത്ഥിത്വത്തിനെ സംസ്കരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? ഈ ചോദ്യം മീഡിയകളോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. സാംസ്കാരിക നായകന്മാരെന്ന് പറയപ്പെടുന്നവരോട് ചോദിക്കേണ്ടതാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇന്നലെ കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. അധികാരികളെ നിങ്ങളാണ് കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ചിൽ പങ്കെടുത്ത 100 കണക്കിന് വിദ്യാർത്ഥികൾ നിസംശയം പറയുന്നു, അവർ മദ്യം ഉപയോഗിക്കുന്നവരല്ല. അവർക്ക് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. അവർക്ക് സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെയും രാഷ്ട്രീയത്തിന്റെ വ്യതിയാനങ്ങളെയും രാജ്യത്തിന്റെ അരാജകത്വത്തിന്റെയും സന്തോഷത്തിന്റെയും വിവരങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ആ 100 കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയാണ് സമൂഹത്തിന്റെ സൊല്യൂഷൻ. പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ കാലങ്ങളായി ചായക്കടകളിലും പള്ളിവരാന്തകളിലും കവലകളിലും ചന്തയിലുമെല്ലാം നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിഹാരം എവിടെ?
പരിഹാരമാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ അഡോളസൻസ് അവരുടെ ജീവിതത്തിലെ സ്റ്റോം സ്റ്റേജ് ആണ്. എന്തിനും ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥി കാലഘട്ടം, യുവത്വ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ആരാണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ആരാണ് അവർക്ക് തടയിടാനുള്ളത്? ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുമ്പോ അവിടെ ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് വന്നു. അദ്ദേഹത്തിന് ജസ്റ്റിസ് ഫോർ ജുവനൈൽ ആക്ടിനെ കുറിച്ച് അവിടെ കൗൺസിലിങ്ങിന് വരുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുടെ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പറയുന്ന ഒരു പക്ഷേ കോടതി അലക്ഷ്യമാക്കാം, സംസാരത്തിൽ ഒരു പക്ഷേ അതിർത്തികൾ ഭേദിക്കുന്നതാകാം നിയമപരമായി. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കുട്ടികൾ അതിക്രമം കാണിക്കുന്നു, അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അവർ അധ്യാപകരോട് കയർത്ത് സംസാരിക്കുന്നു, അവർ അക്രമകാരികളാകുന്നു, അവർ ബ്രൂട്ടലായി പെരുമാറുന്നതിന് കാരണം ജസ്റ്റിസ് ഫോർ ജുവനൈൽ ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ സ്വന്തം മാതാപിതാക്കൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാൻ പാടില്ല എന്ന നിയമം എടുത്തു കളയണം. ഇളിക്ക് താഴെ കുഴപ്പം കാണിക്കുന്നവന് നല്ല അടി കിട്ടും എന്ന ചിന്ത ഉണ്ടായെങ്കിൽ മാത്രമേ നന്നാവൂ എന്നൊരു അഡ്വക്കേറ്റാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പോ നിയമത്തിനെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ വിദ്യാർത്ഥിത്വത്തിനെ എങ്ങനെ നേരെ കൊണ്ടുവരാം എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് പറയാൻ പറ്റും, എന്റെ വീട്ടിലെ മക്കളെ എല്ലാ മാസവും നടക്കുന്ന SYSന്റെയും SSFന്റെയും നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹ്ലറത്തുൽ ബദ്രിയ വർഷത്തിൽ ഒരു തവണ എന്റെ വീട്ടിൽ വെച്ച് നടക്കണം. ആ ഒരു തവണ എന്റെ മകൻ അതിൽ പങ്കെടുക്കണം. അതിൽ ലോകത്ത് വിപ്ലവത്തിന്റെ, ട്രാൻസ്ഫോർമേഷന്റെ, ഇസ്ലാമികമായ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ചാലക ശക്തികളായ മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് അവിടെ പറയണം. കൊറിയൻ ഡ്രാമകൾ നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗതയിലുള്ള മാറ്റത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസത്തിൽ നമ്മൾ കാണുന്ന വാർത്ത, ചാറ്റ് GPT പകരം ചൈനീസ് നിർമ്മിതമായ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡീപ് സ്പീക്ക് വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രഖ്യാപനം, ഇന്ത്യയുടെ വകയും AI ടെക്നോളജി വരുന്നുണ്ട്. നോക്കൂ, എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനായ ടെക് ഭീമൻ, അല്ലെങ്കിൽ വലിയ പണക്കാരൻ, അയാൾ ഇന്ന് പറഞ്ഞെന്താണെന്നറിയോ? ഇന്ന് പുതുതായി 3 ആളുകളിൽ പരീക്ഷിച്ച് വിജയിച്ച പുതിയൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ബ്രെയിൻ ചിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യന്റെ തലച്ചോറ് തുളച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെക്കും. ആ മനുഷ്യന് ആ ചിന്തിക്കുന്നതെന്തോ അത് മൊബൈലിൽ എഴുതി കാണിക്കും. മൊബൈലിന്റെ സ്പീക്കറിലൂടെ അത് പറയും. ഞാൻ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയണ്ട, ഞാൻ എൻ്റെ മൈൻഡിൽ ചിന്തിക്കാൻ പോകുന്ന കാര്യം, ചിന്തിക്കുന്ന കാര്യം മൊബൈലിൽ എഴുതി കാണിക്കുന്ന ബ്രെയിൻ ചിപ്പ് വികസിപ്പിച്ചു. ആ സാധനം സംസാരശേഷി നഷ്ടപ്പെട്ട 3 ആളുകളിൽ പരീക്ഷിച്ചു, വിജയിച്ചു. ഇത് ഇനിയും പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആരെങ്കിലും ഈ പരീക്ഷണത്തിന് വിധേയമാകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചൊരു നോട്ടിഫിക്കേഷൻ അയക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അപേക്ഷകളുമായി കാത്തു നിൽക്കുകയാണ്. ഞങ്ങളിൽ പരീക്ഷിച്ചോളൂ. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസുകളിലേക്ക് ബ്ലൂടൂത്ത് മുഖാന്തരം അറിയപ്പെടുന്ന, അത് എഴുതപ്പെടുന്ന, സംസാരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ കാലത്തെ മക്കൾ ചിന്തിക്കുന്നത്, എൻ്റെ വാപ്പ പഴഞ്ചനാൻ, എൻ്റെ ഉമ്മ പഴഞ്ചനാൻ, അവർക്കിതൊന്നും അറിയില്ല. നമ്മളിൽ നിന്ന് അദബ്, മര്യാദ, ഗുരുത്വം ഇതെല്ലാം എടുത്തു മാറ്റപ്പെട്ടു പോയി. പണ്ഡിതന്മാരുമായി സംസാരിക്കുമ്പോൾ അദബ് ഇല്ലാതെയായി പോയി. ഇതെങ്ങനെ തിരിച്ചു കൊണ്ടുവരും? ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് ആത്മീയതയാണ്. അതിലേക്ക് നമ്മുടെ മക്കൾ വന്നേ പറ്റൂ. അത് ധാർമ്മികതയാണ്. തൻ്റെ ധർമ്മം എപ്പോഴും നന്മയുള്ള ധർമ്മമായിരിക്കണം. ഈ ഭൂമി വികസിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. വൽ അർള ബഅദ ദാലിക ദഹാഹാ. അല്ലാഹു തആല ഭൂമിയിൽ ഒരുപാട് വിഭവങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഭൂമി വികസിക്കുന്നു, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ചിരിക്കുന്നത് കുഴപ്പം തന്നെയാണ്. പെണ്ണിന് പെണ്ണിൻ്റെതായ വ്യക്തിത്വമുണ്ട്, ആണിന് ആണിൻ്റെതായ വ്യക്തിത്വമുണ്ട്. നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിത്വത്തിനെ കുറിച്ച് പറയാനാണ്.
SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മഹ്ദറത്തുൽ ബദരിയ ഇവിടെ നടക്കുന്നത്, സാന്ത്വന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്, മഹാന്മാരായ സയ്യിദന്മാരെ നമ്മൾ ആനയിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരുടെ ദുആഇന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. അവസാനമായി നമുക്ക് പറഞ്ഞ് നിർത്താനുള്ളത്, SYSന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമ്മുടെ വിശ്വാസം അത് ആത്മീയതയിലൂന്നി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിലൂന്നി നമ്മുടെ മക്കൾ അതിൽ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയിക്കാനുള്ള വഴിയായാണ് മഹാനായ സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ വിഭാവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്ത് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന മക്കൾ അവരേത് വലിയ ഉദ്യോഗസ്ഥരും ഏത് വലിയ മേഖലയിലെത്തിയാലും അവർക്ക് പരാജയം ഉണ്ടാവുകയില്ല. ദിക്റ് ചൊല്ലുന്നവർക്കും പരാജയം ഉണ്ടാവില്ല. ഏത് മേഖലയിൽ വേണമെങ്കിലും പോകാം. SSFന്റെ ജില്ലാ സെക്രട്ടറിമാര്, സോൺ, അതുപോലെ സർക്കിൾ, സെക്ടർ, സോൺ സെക്രട്ടറിമാര്, പ്രസിഡന്റുമാര്, ഇവരൊക്കെ മീറ്റിംഗ് കൂടുമ്പോൾ അവരുടെ പേരുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, എല്ലാ വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയിലെത്തിയ ആളുകളും അവിടെയുണ്ട്. അപ്പോഴും അവരൊരു തങ്ങളെ കണ്ടാൽ കൈപിടിച്ചു മുത്തും, ഒരു ഉസ്താദിനെ കണ്ടാൽ മര്യാദയോടെ മുന്നിൽ നിൽക്കും, ഒരു ആലിമിനെ കണ്ടാൽ, ഒരു ഹാഫിളിനെ കണ്ടാൽ അവർക്ക് മര്യാദയുണ്ടാകും, മാതാപിതാക്കളോട് അവർക്ക് മര്യാദയുണ്ടാകും. ഇത് പഠിച്ചും പഠിപ്പിച്ചും തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ അത് പഠിക്കലും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതും അവരുടെ ജീവിതചര്യയാകേണ്ടതും നിർബന്ധമാണ്. അതാണ് മഹാനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ GCCയിലേക്ക് പോയാൽ അവിടെ ICFന്റെ നേതൃത്വത്തിൽ മഹ്ദറത്തുൽ ബദരിയ നടക്കുന്നുണ്ട്. യൂറോപ്യൻ കൺട്രികളിൽ എവിടെ നിങ്ങൾ ചെന്നാലും അവിടെയുമുണ്ട്. ICFന്റെയും RSCയുടെയും നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ കൂട്ടമായിരുന്നു കൊണ്ട് മഹ്ദറത്തുൽ ബദരിയ ചൊല്ലുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അമേരിക്കൻ ഐക്യനാടുകളിലുണ്ട് മലയാളികളും അതുപോലെ ഈ സംഘവുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവിടെയെല്ലാം മഹ്ദറത്തുൽ ബദരിയ, അത് ബദരിയത്ത് മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ഇജാസത്ത് തന്നത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുതുശ്ശേരിക്കൊട്ടയിൽ നമ്മുടെ ആലിമീങ്ങൾ, മുൻഗാമികളായ നമ്മുടെ പ്രവർത്തകർ, വാഴത്തക്കതിലെ അൻസർക്കടക്കം, വെളിയിലെ അൻഷാദടക്കം, അതുപോലെ അഹമ്മദ് കാട മോനാസീബ് അടക്കം ഇവിടെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. ഇന്നലെ നമ്മൾ സ്മരിച്ച ലംറത്ത് സഖാഫി ഉസ്താദ് അടക്കം, ഹക്കീം ഉസ്താദ് അടക്കം, അയനിക്കാട്ടിൽ ഉസ്താദ് അടക്കം നിരവധി മുൻഗാമികളായ ഉസ്താദുമാരും പ്രവർത്തകരും മുതഅല്ലിമീങ്ങളും അടക്കം നമ്മുടെ മുൻഗാമികൾ, മുന്നോറുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഈ സദസ്സിന്റെ സന്തോഷം അവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.